അപ്പോഴേ നമ്മളിന്ന് നിൽക്കുന്ന വേറെ എവിടെയല്ല, നമ്മളെ സുനിലേട്ടൻ്റെ വീട്ടിലാണ്. ഇതാണ് നമ്മളെ ആ 6 പാക്ക് ഒക്കെ ഇപ്പോൾ പോയത് സുനിലേട്ടൻ്റെ വീട്ടിലാണ് ഉള്ളത്. സുനിലേട്ടൻ നോക്കി കുഴപ്പമില്ല കേട്ടോ, ആള് സെറ്റ് ബോഡിയാണ്. പിന്നെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ, പെണ്ണ് നോക്കുന്നുണ്ട്. ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെട്ടാൽ മതി. പോരാ രണ്ടെണ്ണം കെട്ടിക്കാനുള്ളതാണ്. ഇനി കെട്ടിയവർക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടോ? അപ്പോഴേ സുനിലേട്ടൻ്റെ വീട്ടില് എന്താ പറയുക, നല്ലൊരു മൂർഖനാണുള്ളത്. വന്നപ്പോൾ കണ്ട് ചേരാന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ പാമ്പ് വന്നതെന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ചതാണ്. വിളിച്ച് ഞാനിപ്പോൾ തിരിച്ച് വിളിക്കട്ടാന്ന് പറഞ്ഞ സമയത്ത് മുതൽ ഇടി മഴയില്ലേ, അട്ടാറ് മഴയായിരുന്നു. എന്നാലും ഞാൻ ഇവരെ എന്താ പറയുക ആവശ്യം മാനിച്ചിട്ട്, അതായത് ആവശ്യമില്ല അത്യാവശ്യം മാനിച്ചിട്ട് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. വയസ്സെത്രയെന്നൊന്നും ചോദിക്കരുത്, പുറത്തിട്ടെങ്കിൽ. അപ്പൊ അത് ശരിയാട്ടാ. ഇന്ന് നമ്മൾ റെസ്റ്റിനൊന്നും പോകില്ലാന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ നമുക്ക് ആരും വിളിച്ചിട്ട് കിട്ടണില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ ആ ഒരു ബർത്ത്ഡേ ഒന്നും നോക്കിയില്ല. നമ്മൾ വന്ന് കാരണം ഇനിയിപ്പോൾ അതിനെ അവിടെ വെക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടുന്ന് പോവുകയോ ചെയ്താൽ വീണ്ടും അത് വന്നിട്ട് ഏതിനെങ്കിലും തീരുമാനമാക്കും. അപ്പോൾ സംഭവം അവർക്ക് ഒന്ന് കഴിഞ്ഞാലേ മറ്റൊന്നിന് വളാവുള്ളൂ. അപ്പോൾ അവർക്കും ഭക്ഷണം കഴിക്കണ്ടേ. എന്നാലും വല്ല നാളിലൊക്കെ എവിടെയെങ്കിലും പോയി പിടിച്ചോളൂല്ലേ തന്നെ. അയ്യോ അപ്പോഴേ നമ്മൾ വന്ന് നമുക്ക് പിടിക്കാനുള്ള സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ അവിടുത്തെ അമ്മയോട് നമ്മൾ മാക്സിയൊക്കെ ചോദിച്ച് സെറ്റാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സമയം കളണ്ടല്ലേ. ഇത്രയും നേരം ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ സെറ്റാക്കണ വരെ കറണ്ട് ഉണ്ടായിരുന്നു. പിന്നെ ഇതും അതായത് വീഡിയോ എടുക്കാൻ തുടങ്ങിയ ടൈമിൽ തന്നെ കറണ്ട് പോയി. അപ്പോൾ നമ്മൾ കറണ്ട് ഇല്ലാത്തൊരവസ്ഥയിലാണ്. അപ്പോഴേക്കും നമ്മൾ നിങ്ങളെ വണ്ടിയാണ് അസുലേറ്റൻ്റെ സ്വന്തം ബുള്ളറ്റ് കൊണ്ടുവന്നിട്ട് ഇതാ ഞങ്ങൾ ലൈറ്റൊക്കെ ആക്കി സെറ്റ് ചെയ്തിരിക്കണ്. ഇവിടെ താങ്കൾ കുറിച്ച് കൊടുക്കാനുള്ളത്. അപ്പോഴേ നമ്മളെ കൂടുതലൊന്നും പറയണില്ല. ഒന്ന് മഴയാണ്. ഇനി അടുത്ത മഴ വരുമ്പോൾ എനിക്ക് കുടി പിടിക്കണം. അപ്പോൾ നമ്മൾ ആർക്കും ഒരു ആപത്തും വരാത്ത രീതിയിൽ, ഇതുവരെ ആർക്കും ഒന്നും സംഭവിച്ചില്ല. ഇനി പിടിക്കുമ്പോഴും അല്ലെങ്കിൽ വേറെ ഒരു രീതിയിലും ആർക്കും ഒന്നും സംഭവിക്കാത്ത രീതിയിൽ നമുക്ക് ആളെ റെസ്ക്യൂ ചെയ്യാം. അപ്പോൾ നമ്മളെ റെസ്ക്യൂക്ക് പോവല്ലേ. ഓക്കെ, ലൈറ്റ് അടിച്ചാൽ കേട്ടോ. സെറ്റല്ലേ നിങ്ങള്? മസിൽമാൻ സെറ്റല്ലേ? നിങ്ങളല്ല, ഇതല്ല, അവിടെല്ല, അവിടെ. അമ്മക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. അപ്പൊ നമ്മളെ പിടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. അമ്മച്ചി ഓക്കെ. അപ്പൊ നമുക്ക് തുണി ഇല്ലാത്തോണ്ട് ചേച്ചിന്റെ ഇപ്പൊ അവിടുത്തെ മാക്സി അഴിച്ചു തന്നിക്കാണ്. അപ്പൊ ചേച്ചി കഴിഞ്ഞ ആ ഒരു ഇത് മുറിച്ചാ പറഞ്ഞിട്ട് പിന്നെ ഇത് കെട്ടാനുള്ള ഭാഗം എടുത്താൽ നമുക്ക് പൈസ കെട്ടാൻ ഇഷ്ടംപോലെ കിട്ടും. ഇതാണ് മെയിനായിട്ട് കെട്ടേണ്ടത്. ഇത് കുറച്ച് നമ്മളിത് കെട്ടിട്ട് ബാക്കിയുണ്ടാവും വിചാരിക്കാം. എനിക്ക് വെളിച്ചം പോകട്ടോ, അത് പറ്റൂല. ഈ വെളിച്ചത്തിൽ ഞാൻ പാമ്പിനെ പിടിക്കൂല. എമർജൻസി ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതല്ല വെളിച്ചല്ല നമ്മളെ പാമ്പിന്റെ ഒറ, പാമ്പിന്റെ ബാഗ് സെറ്റായിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്ന അവസ്ഥ ഒന്നും പറയണ്ട. പേരും മാവിച്ച ഈ എന്താ ഒരു പ്ലോട്ടിന്റെ വലിപ്പുണ്ടോ ഓരോ തുള്ളികളൊക്കെ. വെള്ളം കണ്ടോട്ടെ, വാടം ഫുള്ള് വെള്ളം. ഇങ്ങോട്ട് പക്ഷെ വേറെ പ്രശ്നം ഇറങ്ങി ഓടിട്ടോ വന്നിട്ടുണ്ടെങ്കിൽ നാളെ ഇപ്പൊ യൂട്യൂബ് നസീർ ഭരിക്കും. നാളെ യൂട്യൂബ് നസീർ ഭരിക്കും.
ഇതുപോലെ ഈ കസാല കണ്ടു ഇതൊക്കെ ഓടാളഞ്ഞു ആ കൂട്ടിനെ ഉള്ളിട്ട് നല്ല ഐശ്വര്യാണ്. താറാവ് പിടിക്കാൻ നേരത്തെ കറണ്ടി പോയാച്ചി. ആ കറണ്ടിന് ഇന്ത്യയിലെങ്ങനെ പറയാ? ഓക്കെ, നിങ്ങളെ വെജിലുള്ള ആൾക്കാരൊക്കെ ഒന്ന് പൊട്ടിച്ചു പിടിക്കേണ്ടിട്ടാ. എന്നാലും എല്ലാത്തൊരു പാമ്പൂട്ടായി പോയി. മോനെ ചിരിക്കുട്ടാ, നിന്റെ ബർത്ത്ഡേ ആണ് അറിയാം എനിക്ക്. പുറത്തേക്കാണ് അപ്പൊ നമ്മളാളുള്ളത് അതിന്റെ ഉള്ളിലാണ്. സുന്ദര കുട്ടപ്പനാരി ഉള്ളിൽ എവിടെയോ കിടക്കുന്നുണ്ട് അല്ലേ? എവിടെയോ കിടക്കുന്നുണ്ട് ഇതിന്റെ ഉള്ളില്. കാണൂല. പലക ഞാൻ വലിച്ചോണ്ട് നിങ്ങൾ ആരും ഇങ്ങോട്ട് വരെ ചെയ്യരുത്. ഇങ്ങനെ മണ്ടലാണ്. എല്ലാ വെള്ളം മാത്രം അതാ വെള്ളം ഇങ്ങനെ മണ്ടലല്ല. മോനെ കുട്ട, ഈ കുണ്ട്രാവ് വായിച്ച് അതിന്റെ ഉള്ളിൽ കിടക്കണല്ലേ? ആ ബാറ്റിൽ കൂടെ വരണോ നോക്കണം. നിങ്ങൾ ചാടണോ നോക്കണ്ട. ക്യാമറ അതിനുള്ളിലേക്ക് പോകരുത്. എല്ലാം ഉണ്ടാക്കി അവിടുത്തെ റിട്ടം പോണോ? മേലക്ക് ആദ്യം കയറി ഓട്ടക്കൂടി മുത്രേ അതിന് അവിടുന്ന് അങ്ങോട്ട് സ്ഥലമുണ്ടോ? അതിന് അവിടുന്ന് അങ്ങോട്ട് സ്ഥലമുണ്ടോ? പുറത്തുകൂടെ സ്ഥലം തോന്നിട്ടോ. കൂടിനപ്പുറം ഈ കൂടിലെട്ടോ തല തലയിട്ട് ഇങ്ങോട്ട് വരൂട്ടാ. നിങ്ങൾ തെരഞ്ഞെടുക്കല്ലേ? അപ്പൊ നിങ്ങൾ വെളിച്ചം ആൾക്കാർ ഇവിടുന്ന് പോയാൽ എങ്ങനെയാണ്? അതതിനേക്കാളും മറ്റേ ഓർച്ചോടെ എത്തിക്കോടെ ആരെങ്കിലും ഒരാള് ഒരു വഴിയിട്ട് അവിടെ നിളക്കി ലൈറ്റ് അല്ലാത്ത ആൾക്കാർ മെല്ലെ വെച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് അവനൊന്ന് ശല്യപ്പെടുത്തിയാൽ മതി. അപ്പൊ ഇങ്ങോട്ട് വന്നോളൂ. അടിച്ചു വല്ല മേടിക്കൂടി മെല്ലെ അങ്ങോട്ട് പോയിക്കോ. ഇതിന്റെ കാണിച്ച ഇറക്കി കൊടുക്കേ. അതിന്റെ മേലോട്ട് ചേനത്തണ്ടനാണ് നിങ്ങളെ വണ്ടിയിൽ മാറി മാറിക്ക് മാറിക്ക് എന്റെ ഒന്ന് മാറണം. ലേറ്റ് അടിച്ചു കിട്ടാ പോയി കാക്കത്തി ഒന്നിക്കേ. ആ വന്നത് നനഞ്ഞോണ്ട് നമുക്കൊരു ഐഡിയ കിട്ടുന്നില്ല. ഈ ചാക്കിലിടണ ഇപ്പൊ നിങ്ങൾ ഉണ്ടാവാതിരിക്കുക. കത്തി വാക്കിലാണ് ചവിട്ടി കുടിച്ചത്. ഇതൊന്ന് കുടിച്ചാൽ ചവിട്ടി കുടിച്ചത് ആ കുടിച്ചാൽ അടുക്കളതാ ഉണ്ടാന്ന് കുപ്പിയിൽ നമുക്ക് ആക്കാൻ പാടില്ല. നിയമവിരുദ്ധ. എന്താ അച്ചാറുണ്ട്
കഴിഞ്ഞില്ല നമ്മളെ പരിപാടി. ഓക്കെ, നേരായിട്ട് കറണ്ട് വന്നില്ല അല്ലേ? എന്നാലും കറണ്ട് വെളിച്ചം എന്ന് പറഞ്ഞിട്ട് വെളിച്ചമില്ലാത്ത പിടിക്കാനാവും യോഗം. കുഴപ്പമില്ലാത്ത രീതിയിൽ അത്യാവശ്യം നല്ല പൈസ ഉള്ള ഒരു ഊർജ്ജം തന്നെയാണ്. കൃഷി നമ്മളെ ബാഗിലാക്കി ഇല്ല, അങ്ങനെ പാടില്ല. ആ, അപ്പോഴേ നമ്മളെ സുനിലേട്ടൻ്റെ സ്വന്തം പാമ്പിനെ നമ്മൾ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു സൈസുള്ള മൂർക്കനായിരുന്നു. പ്രാവിനെ കൊണ്ടുവന്നു അല്ലേ? 5 ആ, അപ്പോൾ 5 പ്രാവിനെ ആൾ തീരുമാനമാക്കിയിരുന്നു. ഇന്നലെ വന്നിട്ട് ഇവർ ഓടിച്ചു വിട്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നും വന്ന് തീരുമാനമാക്കിയത് കൊണ്ട് ഇവർ ചേരെന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. ചേരൊന്നല്ല, നല്ല അസൽ മൂർക്കനാണ്. പത്തി വിടർത്തിയിട്ടില്ല. പത്തി വിടർത്താഞ്ഞത് അത് ആളെ നമ്മൾ ഉപദ്രവിച്ചിട്ടില്ലല്ലോ, കുഴപ്പമില്ലാത്ത രീതിയിൽ റെസ്ക്യൂ ചെയ്തില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ റെസ്ക്യൂ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നല്ല മഴയാണ്, മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ വരുമ്പോൾ നല്ല മഴയായിരുന്നു, ഇപ്പോൾ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബുള്ളറ്റിൻ്റെ ലൈറ്റൊക്കെ വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ പിടിക്കാൻ വരുന്ന ആ ടൈമിനാണ് കറണ്ട് പോയത്. ഇവർ പറയും ലൈറ്റ് അങ്ങനെ പിടിച്ചുതരാം ഇങ്ങനെ പിടിച്ചുതരാന്നുള്ളത്. പാമ്പ് ഇവരെ നേരക്കാണ് ചാടണമെന്നുണ്ടെങ്കിൽ ഇവർ അവിടെ നിന്ന് എന്ത് ചെയ്യും, എസ്കേപ്പ് ആവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കർശനമായിട്ട് പറഞ്ഞിരുന്നു ലൈറ്റ് വേണമെന്ന്. പക്ഷേ കറണ്ട് പോയിരുന്നു. എന്നാലും നമ്മൾ മാക്സിമം ലൈറ്റൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ റെസ്ക്യൂ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. നമ്മളെ സഹകരിച്ച ആൾക്കാരാട്ടോ ഇവരൊക്കെ, ഒരു ആ ജയ് കാട്ടുന്ന ആൾക്കാരൊക്കെ, താടിക്കാക്കൊക്കെ. അപ്പോൾ ഓക്കെ, നമ്മൾ നിർത്തുകയാണ്. താങ്ക് യു.